ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ ഒരു ഇൻ്റർവ്യൂ കാണാൻ ഇടയായി. ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല പതിവ്രതയും പവിത്രതയും ഉള്ള ആൾക്കാരെ കൊണ്ടുള്ള ഇൻ്റർവ്യൂ മാത്രം എടുക്കുന്ന ഒരു ചാനലായതുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇത്രയും മദർ തെരേസമാരെ പോലെയുള്ള അത്ര മാന്യമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പ്രതികരിക്കണ്ടേ വേണം. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം. ഒരുപാട് പെൺപിള്ളേര് ഈ കൊച്ചി തന്നെ ഒരുപാട് പെൺപിള്ളേര് വെറുതെ നടക്കുക. കല്ലൂർ സ്റ്റേഡിയത്തിലൊക്കെ പോയാലേ ഞാനിപ്പോ പബ്ലിക്കായിട്ട് വരുമ്പോ എനിക്ക് ഏതൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം. എന്റെ കയ്യിലെ മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞാല് ഇഷ്ടംപോലെ ഉണ്ട്. കണ്ണ് തള്ളിപ്പോങ്കിലുണ്ട്. ആ സത്യം, ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോ തന്നെ എല്ലാവരും കണ്ണ് തള്ളി ഇരിക്കുന്നത് കാണാം. എന്നിട്ട് ഞാൻ അതൊന്നും ഇട്ടോണ്ട് വന്നേ. ഞാൻ ഇതുവരെ പബ്ലിക്കായിട്ട് എന്നെ ഏതെങ്കിലും ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടോ? മോശമായ കണ്ടിട്ടുണ്ടോ? ആ, നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് പോകുമ്പോ മാന്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് പോയാൽ ആരും ഒന്നും പറയാൻ നിൽക്കത്തില്ല. ഇത് കാണിക്കണമെന്ന് വിചാരിച്ച അങ്ങോട്ട് എല്ലാ ഡ്രസ്സും പബ്ലിക്കിന്റെ മുമ്പിൽ പോകരുത്. വീട്ടിനകത്തിരുന്ന് എന്ത് വേണമെങ്കിലും കാണിക്കാം. പബ്ലിക്കിന്റെ മുമ്പിൽ പോകുമ്പോൾ അന്തസ്സായിട്ട് പോകണം കേട്ടാ പറഞ്ഞത്. ഇതൊക്കെ എഴുതി വെക്കേണ്ടുന്ന കാര്യങ്ങളാ. കളഞ്ഞിട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകളുടെ വസ്ത്രധാരണയാണ് ആദ്യം ശരിയാക്കേണ്ടത്. പബ്ലിക്കായിട്ട് പോകുമ്പോ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും വരാനും അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ടാ പബ്ലിക്കിൽ പോകുമ്പോൾ അങ്ങനെ പറയാനേ പറ്റൂ ചേച്ചിക്ക്. നമ്മളിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലാണ്. ഈ കൊച്ചിയിൽ നമ്മളിപ്പോ റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് പോലെ അതായത് നേവല് കാണിച്ച് ഇത്രയും വന്ന് ക്രോപ്പ് ടോപ്പ് ഇട്ട് പെമ്പിള്ളേർ നടക്കുന്നത് കാണാം. ഇതൊന്നും ആ ചേച്ചിക്ക് ഒന്നും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എന്തോ പിള്ളേരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നേ? തിരിച്ചു വരും. നിമിഷ നീ എന്താ കാണിക്കുന്നത്? പബ്ലിക്കായിട്ട് നടക്കുന്നില്ലല്ലോ. ഫോട്ടോയിൽ എന്ത് വേണമെങ്കിലാവാം. സംശയമില്ലാത്ത ചോദ്യമാണത്. അത് വന്നു കഴിഞ്ഞല്ലോ ചോദ്യം. അപ്പോൾ പബ്ലിക്കിന് മാന്യമായിട്ട് നടക്കുക. വീടിനകത്ത് കയറി എന്ത് പോകരുത്തരം വേണേലും കാണിക്കാം. അത് വീടിനകത്ത് കാണിക്കേണ്ടവരെ കാണിയര്. ഇത് പബ്ലിക്കായിട്ടല്ലേ കാണിക്കുന്നത്. നിങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ മാത്രം കണ്ട് ആസ്വദിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അത് ഈ മറ്റ് പബ്ലിക്കിൽ പോകുമ്പോൾ ആ പരിസരത്തുള്ള ആൾക്കാർ മാത്രമേ അന്നേരം കാണും. നിങ്ങൾ കാണിക്കുന്നത് പിന്നെ ചാനലിൽ കൂടെ അത് ലോകത്തോടെ അത് പബ്ലിക്കല്ലേ. അതാണ് ഏറ്റവും കൂടുതൽ പബ്ലിക്ക് കാണുന്നത്. അത് ആ ചാനലിൽ കൂടെ ആണ്. എന്തൊക്കെയാ ഈ പറയുന്നേ? ഫോട്ടോയിൽ എന്ത് വേണം? എന്നെ നേരിട്ട് അവർ അങ്ങനെയാണോ കാണുന്നത്? അല്ല, നേരിട്ട് കാണുമ്പോഴത്തേനും പല ആളുകൾ പോലും ഈ ഡ്രസ്സ് നമ്മൾ ഇട്ടോണ്ട് നോർമലി ഇപ്പൊ ഈ നേവല് കാണിക്കുന്ന ഡ്രസ്സ് വരെ ഇട്ടോണ്ട് പോയാലും ആളുകൾ മൈൻഡ് ചെയ്യത്തില്ല. ചില ആളുകൾക്ക് സത്യമാണ് പറയുന്നത്. ഞാനിത് പറയുന്നുണ്ട് ഇയാൾക്കൊന്നും തോന്നരുത്. ഇയാളെ വീഡിയോ കണ്ടിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഒന്നും തോന്നത്തില്ല, ഇതിനെയൊന്നും കണ്ടാൽ ഒന്നും തോന്നത്തില്ല എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞതാ. ഇയാൾ ഇനി എങ്ങനെ ഇതിന് പ്രതികരിച്ചാലും എനിക്ക് വിഷയം. ഞാനിത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇയാളുടെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വ്യക്തി ഇരുന്നോണ്ട് പറഞ്ഞതാ ഇതിനെയൊന്നും കണ്ടാൽ ഒന്നും തോന്നത്തില്ല എന്ന്. സത്യമാണ്, ഇയാളെ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ലെവലെത്തിയൊന്നുമല്ല. ഇതൊക്കെ ഈ ഞരമ്പ് രോഗികൾ ഉള്ളിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്യാനാ? കേട്ടല്ലോ, ഇവിടെ ലൈവിൽ ചെന്നിരുന്ന് മറ്റേത് കാണാനിരിക്കുന്നവരെ പറഞ്ഞാണ് ഞരമ്പ് രോഗികളെന്ന്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ഞരമ്പ് രോഗികൾ ഉള്ളത് കൊണ്ടാണല്ലേ ഇതിനൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ കാല് പൊക്കി ആകാശത്ത് കാണിച്ചു തരുന്നത്. മറ്റേ സ്ലീവ്ലെസ് കക്ഷം കാണിക്കാറുണ്ട്. കക്ഷം പിന്നെ എന്റെ വീക്ക്നെസ് ആണ്. ലൈവിലായാലും കക്ഷയില്ലാണ്ട് നിമിഷ ബിജു ഇല്ല. എന്തൊരു അന്തസ്. എന്റെ കക്ഷത്തിന് ഭയങ്കര ഫാനാ. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ ഈ കക്ഷത്തിലേക്ക് ഇത്ര ഫാൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ ലൈവിലൊക്കെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയൊക്കെ ചൊറിയുമ്പോ തന്നെ എന്റെ മോളെ കക്ഷം ജസ്റ്റ് ചൊറിയുന്ന ചേട്ടാ. അല്ലെങ്കിൽ ലൈവിൽ വന്നു കഴിയുമ്പോൾ വേറൊരു ഇത്താക്കും ഉണ്ട് ഇത് കണക്ക്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്താക്ക് അങ്ങ് മുടികെട്ടല അങ്ങ് മുടികെട്ടല്. അത് അറിയാതെ വരുന്നതാണ് കേട്ടോ, അല്ല കാണിക്കാൻ വേണ്ടിയിട്ടല്ല. തെറ്റിദ്ധരിക്കരുത് ആരും. കമന്റുകൾ വരുമ്പോഴാണ് എന്റെ കക്ഷത്തിന് ഇത്ര ഡിമാൻഡോ. എന്താണ് ഈ കക്ഷത്തിന്റെ പിന്നിലെ രഹസ്യം? കക്ഷം മാത്രമൊന്നുമല്ല കേട്ടോ, സകലതും. യൂറിൻ തുടങ്ങി നമ്മളിടുന്ന വേസ്റ്റ് ചെരുപ്പുണ്ടല്ലോ അതുവരെ, ഞാൻ ഇടുന്ന ഇന്നേഴ്സ് വരെ ആൾക്കാർ മേടിക്കാൻ എന്താ ചെയ്യാ? എന്തൊരു അന്തസ്സായിട്ടിരുന്ന് പറയുന്ന എന്തൊരു അന്തസ്സ്. ബാക്കി കൂടെ ഉണ്ട്, ബാക്കി കേട്ടാ. എനിക്ക് ഈ ഇവളുമാരെ ഈ വേറെ ന്യൂഡായിട്ട് നടക്കുന്നവളുമാരെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പോണവളുമാരെ എങ്ങനെ പോയാലും നമുക്ക് യാതൊരു വിഷയമില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇന്ന് വരെ ഞാൻ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് വീഡിയോസുള്ള ഓരോരുത്തരും കാണിക്കുന്നത് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ലല്ലേ. കാരണം എന്താ, എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല. അപ്പം പിന്നെ കാണിക്കുന്നവർ നമുക്കെന്താ എന്തോ ഒറ്റ മൈൻഡേ ഉള്ളൂ. പക്ഷെ ആ കാണിക്കുന്നതിനകത്ത് പാതിവൃത്യം കൊണ്ടുവരുന്നത് കാണുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ചു പോകുന്നത്. അപ്പം പിന്നെ നമ്മളൊക്കെ ആര് മണ്ടന്മാരാ? പക്ഷെ എനിക്കതൊക്കെ വേണമെങ്കിൽ വിറ്റുകാശാക്കാം. പിന്നെ ഞാൻ പാവപ്പെട്ട ആൾക്കാരൊക്കെ ജീവിച്ചു പോട്ട്. എനിക്ക് തോന്നുന്നു അതൊരു തമാശ.
മൂത്രം മൂത്രം പല പ്രാവശ്യം പോലെ കുറേ വെള്ളം കുടിച്ചാൽ മതി. നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ കൊണ്ട് സെയിൽ ചെയ്യാൻ നീ, അതൊരു അന്തസ്സല്ലേ? ഈ കാണിക്കുന്നതിനെക്കാട്ടി അന്തസ്സാണത്. അത് മേടിക്കാൻ അങ്ങനെയുള്ളവന്മാരുണ്ടെങ്കിൽ മൂത്രം സെല്ല് ചെയ്യ്, നല്ല കാശ് കിട്ടുമെന്നല്ലേ പറയുന്നത്. പറഞ്ഞതാണോ അത് ശരിക്കും സീരിയസ് ആയിട്ട് ലെവലിലേക്ക് എത്തി നിമിഷ ബിജോന്റെ ലെവലെത്തിയൊന്നുമല്ല. ഇതൊക്കെ ഈ ഞരമ്പ് രോഗികളുള്ളിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്യാനാ? അവര് ഈ ഞരമ്പ് രോഗികൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണലി വിളിച്ച് പറയുന്നു ഒന്ന് കാണിയേ മറ്റേതെന്ന്, നിങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണല്ലോ ഞരമ്പ് രോഗികൾ വരുന്നത്. നിങ്ങൾ കാണിക്കുകയും വേണം, ഈ ഞരമ്പുകൾ വരയും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം, നിങ്ങൾക്ക് ഇൻകം കിട്ടേ വേണം. എന്നിട്ട് നിങ്ങളെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ കോപ്രായങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവരെല്ലാം ഞരമ്പ് രോഗിയാണ്. ആ പോട്ട്, അതൊക്കെ നിങ്ങളുടെ വിഷയം. ഇനി നമ്മുടെ കറക്റ്റ് വിഷയത്തിലോട്ട് വരാം. നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫ് ഫുൾ ഇങ്ങനെ ഓൺലൈൻ മീഡിയ വഴി പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പോലും ഒരു ഫ്രീഡമോ ഇത് രേണുവിന്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. പ്രൈവസിയോ ഇല്ല, എല്ലാം തുറന്ന പുസ്തകം പോലെ. നമ്മുടെ ലൈഫ് ആണെങ്കിൽ നമുക്കൊരു പ്രൈവസി വേണം അല്ലേ? ഇത് ബെഡ്റൂമിൽ അത് പ്രൈവസി വേണ്ടവർക്കും അതല്ല, അവർക്ക് പ്രൈവസി വേണ്ട. അവള് പോകുന്ന എവിടാന്ന് എല്ലാവരും അറിയട്ടെ. അവർക്ക് രഹസ്യപ്പണി ഇല്ലാത്തത് കൊണ്ടാണ് അത് പ്രൈവസി വേണ്ടെന്നാണ് വെക്കുന്നത്. അത് മനസ്സിലാവുന്നില്ലേ? ക്യാമറമാരും അവരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. അതായത് എന്തിനാണ് ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്? അനുവാദം കൊടുക്കുന്നോണ്ടല്ലേ. എന്തായാലും നിങ്ങൾ എടുത്ത് പുറത്തിടുന്നതിന്റെ ഒരംശം പോലും രേണുസുതി എടുത്ത് പുറത്തിടുന്നില്ല. അത് ഇനി എവിടെ വേണമെങ്കിലും പറയാം. അപ്പൊ അത് രേണു ഫെയിമിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഫെയിം ആയതുകൊണ്ടാണല്ലോ ഇപ്പൊ ദുബായ് വരെ എത്തിയിട്ടുള്ളത്. ദുബായ് മാത്രമല്ല, ദുബായിൽ ചെന്ന് കഴിഞ്ഞാലും ഞാനും ഈ ദുബായിൽ ഹസ്ബൻഡ് ഞാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനും. അതെ, അത് ഹസ്ബൻഡുമായിട്ട് ദുബായ് പോകുന്നതല്ലേ. ഇപ്പൊ ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹസ്ബൻഡ് ഉള്ളപ്പോൾ കാണിക്കുന്നത് നമുക്കറിയാമല്ലോ. അത് വേറൊരു വിഷയം. പിന്നെ ഈ പറഞ്ഞതിനകത്ത് യാതൊരുവിധ അസൂയയും കുശുമ്പും കഷണ്ടിയും ഇല്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നിൽക്കണ്ട. മനസ്സിലായി, അസൂയ എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ലെന്ന് മനസ്സിലായി. ഓക്കെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ പല ആൾക്കാരുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് ഇങ്ങനെ അയച്ചു തരാറുണ്ട്. അറിയോ നിന്റെ കൂട്ടുകാരിയല്ലേ എന്ന് പറഞ്ഞ് പല ആൾക്കാരും ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. അതിനെന്ത്? അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവൾ അത്രയോ പേരുടെ ഫോട്ടോകൾ ലൈവായിട്ട് അവളെ ഇൻസ്റ്റാഗ്രാം വഴി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മോശമാണോ? ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അയക്കുന്നത് മോശമാണോ? വേറെ ഫോട്ടോ ഒന്നും അല്ലല്ലേ കണ്ടത്. വേറെ ഫോട്ടോ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചേച്ചി ഒന്ന് കാണിക്കണം. തീർച്ചയായിട്ടും അതിനെ പറ്റി അപ്പൊ അവരുടെ മക്കൾക്ക് ഉണ്ടാവുന്ന ഇപ്പൊ മൂത്ത മകനായിട്ട് എന്തോ പ്രശ്നങ്ങൾ, അമ്മ എവിടേക്ക് പോണെന്ന് പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു. അതാണ് ഞാൻ പറഞ്ഞ അഭിനയമാണെന്ന് പറഞ്ഞേ. ഒട്ടുമിക്ക കാര്യങ്ങൾ പുള്ളിക്കാരി അഭിനയിക്കുകയാണ്. എന്തിനാണ് ഞാൻ? അതെ, അഭിനയമാണ് അവളുടെ ജീവിതം. ഒക്കെ അഭിനയിക്കണ്ടേ? പിന്നെ അല്ലാതെ അവള് കാര്യം മതന്റെ മുകളിൽ പൊക്കിയിട്ട് അവിടെ ഇങ്ങോട്ട് കയറി വന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ സോഷ്യൽ മീഡിയക്ക് വന്നിട്ട് അഭിനയിക്കുന്നത് അല്ല. നാളെ എത്രയൊക്കെ രേണു എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗം ആൾക്കാരുണ്ടെന്നുള്ളൊരു ധൈര്യമാണ് പുള്ളിക്കാരിക്കുള്ളൂ. ഉണ്ട്. നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ പിന്നെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്താൽ എന്ത്? ഒരു കുഴപ്പമില്ല. എന്നാൽ ഇമാതിരി പോക്കൃത്തരങ്ങൾ രേണുസുതി മുണ്ടുരിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ മുമ്പിൽ ആടുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട് അറിയാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഴയ കാര്യം പറയാൻ താല്പര്യമില്ല. എങ്കിലും എന്റെ കൂട്ടുകാരി തന്നെയാണ് രേണു. ഞാൻ തള്ളി പറയുന്നതല്ല. എനിക്ക് വേറെ ഒരു കൂട്ടുകാരിയും അല്ല. ഈ പറയുന്ന കേട്ടോ ഭയങ്കരമായിട്ട് ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പാണെന്ന് ഒന്നുമല്ല. കഴിഞ്ഞ വർഷം ജൂൺ 5-ാം തീയതി സുധിച്ചേട്ടൻ്റെ 2ാമത്തെ ചരമവാർഷികമായിരുന്നു. അന്ന് പോയപ്പോൾ ഈ നിമിഷ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ആദ്യമായിട്ട് രേണുസുതിയെ കാണുന്നത് അന്നാണ്. അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു ആ ഫംഗ്ഷന് ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. രേണുസുതി പറഞ്ഞാണ് ആദ്യമായിട്ടാണ് ആ നിമിഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ കാണുന്നതെന്ന്. പിന്നെ സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുന്നേ അങ്ങോട്ട് വെച്ച് കുഞ്ഞിനെ അങ്ങോട്ട് സുഖമില്ലാതെ അങ്ങോട്ട് വന്നപ്പോൾ സുധിച്ചേട്ടൻ ഇവരെടുത്ത് അങ്ങോട്ട് പൈസ അങ്ങോട്ട് 500 രൂപ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് രേണുസുതി തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അന്ന് പോയപ്പോൾ ഞാൻ കണ്ടതാണ്. അല്ലാതെ ഈ പറഞ്ഞ എനിക്ക് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പോ ഒന്നുമില്ല. ദേഷ്യോ കുശുമ്പോ ഈഗോയോ ഒന്നുമില്ല. എനിക്ക് എന്റെ വഴി വളരെ വ്യക്തമായിട്ടും അറിയാം. രണ്ടുപേരും ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്കൊരു അഭിപ്രായം, എന്റെ ഒരു ഫ്രണ്ട് ആയ നിലയ്ക്ക് ഞാൻ അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നെ ആരും തേച്ചൊടിക്കാൻ വരണ്ട. അപ്പൊ തേച്ചൊട്ടിപ്പ് കിട്ടുന്ന പരിപാടിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈൽ വേറെ തന്നെയാണ്. ഒരിക്കലും ഇത് നിങ്ങളുടെ ലോട്ട് താഴ്ന്ന രേണുസുതി വരുത്തില്ലെന്ന് ഉറപ്പുണ്ട്. രേണുസുതി ഇതുവരെ അങ്ങനെ താന്നു വന്നിട്ടുമില്ല. അവർക്ക് ഇനാഗ്രേഷൻ ആയാലും പ്രൊമോഷൻ ആയാലും വർക്കുകളായാലും കിട്ടുന്നത് അവളെ ഫേസ് വേണം എന്നുള്ളവരാണ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അല്ലാതെ സ്വന്തം ഒരു മുറിക്കാത്തിരുന്ന് അവൾ കാല് പൊക്കി മതിൻ്റെ മുകളിൽ വെച്ചിട്ട് കഷം പൊക്കി വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങോട്ട് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പൈസ ഇട്ടെന്ന് പറഞ്ഞ് അവൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ടും അന്തസ്സ് നിങ്ങളെക്കാട്ടി 100 മടങ്ങ് അന്തസ്സും അഭിമാനവും രേണുസുതിക്കുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പേണ്ട കാര്യങ്ങൾ മാത്രം വിളമ്പാ. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക. പിന്നെ മക്കള് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് അതൊക്കെ വെറുതെയാ. ഒരിക്കലും ഒരു അമ്മയ്ക്ക് ഒരു മക്കളെ സ്നേഹമുള്ള ഒരു അമ്മയാണെങ്കിൽ ഒരിക്കലും മക്കളെ ഇട്ടേച്ച് നടക്കുമോ? അയ്യോടേ, മക്കളെ ഇട്ടേച്ച് നടക്കുമെന്ന് അല്ല. മക്കളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് നീ കാണിക്കുന്ന കണക്ക് ക്യാമറ എടുത്ത് വെച്ചിട്ട് മുണ്ടിരിഞ്ഞിട്ട് ആടി കാണിക്കാം. മക്കളെ അടുത്തിരുത്തിയിട്ട് മുണ്ടിരിഞ്ഞിട്ട് ആടി കാണിക്കാം. ഒന്നുമില്ലെങ്കിൽ അവർക്ക് 2 ആമക്കളല്ലേ. ഒന്ന് വളർന്ന മോനും അവൻ കൊല്ലത്താണ് താമസിക്കുന്നത്. പിന്നുള്ളവർ പൊടിക്കൊച്ചു പെങ്കൊച്ചു അവക്കില്ലല്ലേ.
ഈ ഒരു പെങ്കൊച്ചിനെ വെച്ചോണ്ട് ഈ കാണിക്കുന്ന പോക്കൃത്തരത്തിന് എന്ത് ന്യായമാണ് താനിരുന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ പുറലോകം കാണുന്ന ആൾക്കാരാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. അത് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ നിങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങളെ എങ്ങനെ ജീവിച്ചാലും നമുക്ക് ഒരു വിഷയമില്ല, മനസ്സിലായ? ഒരു വിഷയമില്ല. ഞങ്ങളുടെ 7 അയരത്ത് വരിക നമ്മുടെ രോമത്തിൽ പോലും ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ എങ്ങനെ ഉരിഞ്ഞിട്ട് ആടിയാലും, മനസ്സിലായ? പക്ഷേ അങ്ങനെ ഉള്ളവർ പതിവൃത ചമഞ്ഞ് ഇങ്ങനെ വന്നിരുന്ന ഒരാളെ കുറ്റം പറയാൻ വരുമ്പോഴാണ് നമ്മൾ പ്രതികരണമായിട്ട് വരുന്നത്. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ എന്തോ പ്രതികരിക്കണം? അപ്പൊ അതുകൊണ്ട് കൂടുതലും ഉണ്ടാക്കണ്ടേ. ഞാൻ ഈ കൊച്ചി താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കൊച്ചിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ചാലക്കുടി പോയി എന്റെ മക്കളുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. എപ്പോഴാണ് നീ വന്നത് ചാലക്കുടിയിലേക്ക്? ഈ കൊച്ചി താമസിച്ചുകൊണ്ട് വരുന്ന താൻ എപ്പോഴാണ് ചാലക്കുടിയിലേക്ക് താമസം മാറിയത്? അതുകൂടി ഒന്ന് പറ. കുഞ്ഞ് ജനിച്ചതേ ഉള്ള, ജനിച്ച ഉടനെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം? അതോ കുഞ്ഞിന് 5 വയസ്സേ ഉള്ള? മോക്ക് 10-14 വയസ്സ് കഴിഞ്ഞു ആ പെങ്കൊച്ചിന്. ഇപ്പോഴല്ലേ ചാലക്കുടിയോട് വന്നു? അതുവരെ അവിടെ കോഴിക്കോട് അവിടെ കൊച്ചി കിടന്ന് അർമാദിക്കുമല്ലായിരുന്ന? അയ്യോ മക്കളുടെ സ്നേഹമാണ്. അതും ഒരു പെങ്കൊച്ച, സ്വന്തം അമ്മയുടെ സംരക്ഷണയിൽ കഴിയേണ്ടുന്ന ഒരാളാണ് പെൺകുട്ടികൾ. നിങ്ങളുടെയൊക്കെ സംരക്ഷണം കഴിഞ്ഞാൽ ഇത് മക്കൾ വിചാരിക്കും അമ്മ ഇനി എനിക്ക് പഠിക്കുന്നു വേണ്ടൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ കാലുമൊക്കെ കാശ് മേടിച്ചോളാം എന്ന് പറയും. ആ ഒരു സിറ്റുവേഷനിലോട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരരുത്. ദൈവത്തെ ഓർത്ത് മക്കളെ ഓർത്തെങ്കിലും അഭിമാനമായിട്ട് ജീവിക്കാൻ നോക്കും. അതോ ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ജീവിക്കും. മറ്റുള്ളവരെ കയറി ചൊറിയാൻ വരുന്ന എന്തിന്? നിങ്ങളെ കയ്യിൽ മൊത്തവും കുറ്റം വെച്ചിട്ട് വേറൊരാളെ കയറി പറയാൻ വരുന്ന എന്തിന്? അങ്ങനെ പറയാൻ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ തിരിച്ചു കിട്ടുന്നത്. അത് മനസ്സിലാക്കിക്കോ. ഇപ്പൊ എന്നെ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കുമ്പോൾ രേണുവിന്റെ വാല് വന്ന്, രേണുവിന്റെ മൂട് താങ്ങി വന്ന്, രേണുവിന്റെ ഗുണ്ടി വന്ന്, ഗുണ്ടിയോ ഉണ്ടേന്ന് എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു മൈൻഡും ഇല്ല. പറയാനുള്ളത് പറയേണ്ട പോലെ തന്നെ പറഞ്ഞിരിക്കും. മനസ്സിലായ? ഇത് നീയൊക്കെ എന്ത് യോഗ്യത ഉണ്ട് രേണുസുതി പറയാൻ? രേണുസുതി മക്കളെ നോക്കുന്നില്ല, മക്കളെ കളഞ്ഞേച്ച് പോകുന്നു. പിന്നെ വർക്കുകൾ, നിനക്ക് വരുന്ന വർക്കുകളിലൊക്കെ ഇയാൾ കുഞ്ഞുങ്ങളെയും വലിച്ചടിച്ചോണ്ടാണ് പോകുന്നത്. അല്ല ഞാൻ അറിയാൻ വേത്തോട്ട് പോയിക്കിട്ട് നിങ്ങളൊരു വർക്കിന് പോകുന്നു, നിങ്ങളെ മക്കളെയും 2 സൈഡിൽ കെട്ടിയിട്ടുണ്ടാണോ പോകുന്നത്? അല്ലല്ലോ. പിന്നെന്താ പറഞ്ഞ? കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോകുന്നുണ്ട്, അവർക്ക് ജീവിക്കണ്ടേ? ഇപ്പൊ നിന്റെ കണക്ക് മറ്റേത് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ജീവിക്കാൻ രേണുവിന് ഇഷ്ടമല്ല. രേണുവിന് ഇപ്പൊ അത്യാവശ്യം ഫെയിം ഉണ്ട്. അവളുടെ ഫേസ് വാല്യൂ ഉള്ളത് കൊണ്ട് അതിന് വേണ്ടുന്ന ആൾക്കാർ അവളെ വിളിക്കുന്നുണ്ട്. അതിനവൾ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ കെട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായവാ? അന്തസ്സും അഭിമാനമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കേണ്ടുന്ന കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് രേണുസുതി വർക്കിന് പോണത്. താൻ എവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളാ? താൻ പോകുന്നിടത്ത് എവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നു കുഞ്ഞുങ്ങളാ? അതൊന്ന് പറഞ്ഞേ. ഈ ഒരു കാര്യം പറയുമ്പോൾ, ഇത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഒരു കാര്യം പറയുമ്പോൾ തിരിച്ച് നമുക്ക് റിയാക്ഷൻ കിട്ടും എന്ന് കരുതിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ഒന്ന് പറയാം. കാരണം നിങ്ങളെന്ന് പറയുന്നത് മൊത്തം തെറ്റാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കുന്നവരും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നവരും മൊത്തം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല മറ്റൊരു സ്ത്രീയെ പറയാൻ. അതിന് ഏത് തരത്തിലുള്ള ഒരു പെണ്ണിനെ ആയാലും പറയാൻ യാതൊരു വിധത്തിലുള്ള ഒരു പിന്നെ കഴിവോ അതിനുള്ള ഒരു അർഹതയുള്ള ഒരു സ്ത്രീയല്ല താങ്കൾ. മനസ്സിലായോ? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എങ്ങനെ നടന്നാലും നമുക്ക് വിഷയമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് അങ്ങനെ നടക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് അസൂയ കണ്ടു ഇവിടെ പോകുന്നുണ്ടോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് വേണമെങ്കിൽ നീ നടാം, നീ എന്തിനാ അവരെ കണ്ടോണ്ട് അങ്ങനെ പറയുന്നത് എന്ന് പറയുന്ന മൈൻഡ് തന്നെയാണ് എൻ്റെത്. പക്ഷേ പറഞ്ഞല്ലോ, തല തൊട്ട് കാലിന്റെ നഗരി വരെ കുറ്റം വെച്ചിട്ട് വേറൊരാളെ വന്നിരുന്ന് കുറ്റം പറഞ്ഞ് നല്ല പരിവൃത ചമയം വരുന്നത് കൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ അങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തവും തെറ്റ് തന്നെ. കാശിന് വേണ്ടിയാന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചുകൊണ്ടിരിക്കരുത്. രേണുസുതി അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, അതിൽ യാതൊരു സംശയമില്ല. ഇനി എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വീണ്ടും പറയും, രേണുസുതി അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവർക്ക് കിട്ടുന്ന വർക്കുകളായാലും പ്രൊമോഷൻ ആയാലും ഇനാഗ്രേഷൻ ആയാലും സീരിയലായാലും ഷോർട്ട് ഫിലിം ആയാലും ആൽബം ആയാലും ഒക്കെ കിട്ടുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വർക്കിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസും റിയാക്ഷൻസും മാത്രമാണ് രേണുസുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സ്വന്തം ലൈഫിൽ അതിന് ചെറ്റത്തരം കാണിക്കുന്നില്ല. അത് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അന്തസ്സായിട്ട് ഞാനിത് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് എനിക്ക് വേണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.